ഇതിപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു ഒരു വിപ്രതിപത്തി ബി ജെ പിയോടും ആർ എസ് എസിനോടുമൊക്കെയാണ് എന്ന്. കേന്ദ്രത്തിൽ തുടർഭരണം നേടി വരുന്നു. എന്തായാലും കേരളത്തിലും അവരുടെ ബി ജെ പിയുടെ പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവരോടുള്ള സമീപനം ഇതേ രീതിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണോ കാണുന്നത്? അല്ല, അതിൽ കുറച്ച് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം കേരളത്തിലെ നായർ സമുദായത്തെ പറ്റി പറഞ്ഞാൽ അതിൽ നല്ല തീരെ ചെറുതല്ലാത്തൊരു വിഭാഗം ആളുകൾ ഇപ്പം തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞു. അതൊരു സത്യമാണ്. കേരളത്തിൽ പൊട്ടൻഷ്യലി ബി ജെ പി ആയിട്ടുള്ള ഒരു സമുദായമാണ് നായർ സമുദായം. പിന്നെ മറ്റ് ബ്രാഹ്മണരും അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ധീവര സമുദായക്കാരിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനകത്ത് ബി ജെ പി ആയി കഴിഞ്ഞു. വിശ്വകർമ്മ സമുദായത്തിലും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈഴവരാണ് പൊതുവെ ഈ ബി ജെ പിയോട് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് അകലം പാലിച്ചിരുന്ന ആളുകൾ. അതിലും മാറ്റം വരാൻ തുടങ്ങി. ഇപ്പോൾ 2016 ബി ഡി ജെ എസ് എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ പൊതുരംഗത്ത് ശക്തമായി വന്ന സമയത്ത്, ആ സമയത്താണ് നമ്മൾ ഈ ഒരു വ്യത്യാസം കാണുന്നത്. ഈഴവ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു. ആ വോട്ട് കൃത്യമായിട്ട് ഇടതുമുന്നണിയുടെ പെട്ടിയിൽ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സമുദായത്തിൻ്റെ പേരിൽ വേറൊരു കൂട്ടർ നേടിയെടുക്കുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കും.